ചുണ്ടങ്ങ കൊടുത്ത് വഴുതിനിങ്ങ വാങ്ങുന്നത് കേട്ടിട്ടില്ലേ? ചുണ്ടങ്ങ കൊടുക്കാണ്ട് തന്നെ അതേ ചുണ്ടയിൽ വഴുതിന ഉണ്ടാക്കാം. ഇതാ വിത്തിന് നിർത്തിയേക്കണ വെണ്ടക്കായാണ്. ഈ വെണ്ടയ്ക്കൊന്നും പ്രായമാവാത്ത വെണ്ടകളുമാണ്. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. വിത്തിന് വെച്ചാണ് വെണ്ടയാണ് അല്ലേ? കോഴിക്കോട് ഫറോക്ക് ചെറുവണ്ണൂരിലുള്ള ചന്ദ്രേട്ടൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. പുലിയാണ്. കുറേ അവാർഡൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അവാർഡിലൊന്നും നമുക്ക് കൗതുകമില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു മട്ടുപ്പാവ് കൃഷി നടത്തുന്ന ആളുകൾ, ഒരു അടുക്കളത്തോട്ടം നടത്തുന്ന ആളുകൾ, അവർക്കൊക്കെ പറയാനും പഠിക്കാനും പകർത്താനും പറ്റിയ കുറെ കാര്യങ്ങളുണ്ട് കയ്യിൽ അല്ലേ? കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞേ ഉള്ളൂ, ചുണ്ടങ്ങ കൊടുത്ത് വഴുതിരിങ്ങ വാങ്ങുക എന്നാണ് എല്ലാവരും പറയാറ്. ഇവിടെ ഒരു ചുണ്ടേമ തന്നെ വഴുതിനുണ്ട്. 2-3 ഐറ്റം വഴുതന ഉണ്ട്. ഇപ്പൊ കാഴ്ച തന്നെ 2 ഐറ്റം ഉണ്ട്. എന്തൊക്കെയാ? അത് വയലറ്റും ഉണ്ട്, പച്ചയുണ്ട്. ഒരു ചെടിമല്. പിന്നെ അതില് വെള്ള മുട്ട വഴുതന എന്ന് പറയും, റൗണ്ടിലായിട്ടുള്ള, അതും പാടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേങ്ങേരി വഴുതന എന്ന് പറഞ്ഞ സാധനവും അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റ ചുണ്ടച്ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാം. അതെ അതെ. ചുണ്ടയിൽ മാത്രമല്ല, വഴുതനയിലും ഇതുപോലെ വിവിധ തരം ഗ്രാഫ്റ്റ് ചെയ്യാം. മുളകിൽ വിവിധ തരം ഗ്രാഫ്റ്റ് ചെയ്യാം. തക്കാളിയിൽ വിവിധ തരം ഗ്രാഫ്റ്റ് ചെയ്യാം. അപ്പൊ ശരിക്കും തക്കാളി ചുണ്ടയിലോ വഴുതനയിലോ ആണെങ്കിൽ കുറച്ചും കൂടിയും കരുത്തോടെ ഉണ്ടാവും. തക്കാളി ചുണ്ടയിലോ വഴുതനയോട് കൂടിയാണെങ്കിൽ കുറെ കൂടി കരുത്തോട് കൂടി ഉണ്ടാവും. എങ്ങനെയാണ് ഈ ഗ്രാഫ്റ്റിങ്ങിന്റെ ഏർപ്പാടിലേക്ക് വന്നത്? അത് ഗ്രാഫ്റ്റിങ്ങിന് 2023 മറ്റേ തൃശ്ശൂർ മണ്ണുത്തിയിൽ ഇതിന്റെ ക്ലാസ്സിന് പോയിട്ടുണ്ട്. അവിടുന്നാണ് കാര്യങ്ങളൊക്കെ പഠിച്ചത്. ക്ലാസ്സിലിരുന്ന് വെറുതെ ഇല്ല. നമ്മള് പുറത്ത് മറ്റുള്ളവർക്ക് ഇതുമാതിരി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പാവും പ്ലാവും പിന്നെ പേര ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു ചെടിയുമേ മറ്റൊന്നും കൂടി വച്ച് പിടിപ്പിക്കും. അപ്പൊ ഇവിടെ അങ്ങനെ തക്കാളി ചുണ്ടേമ വെച്ചിട്ടുണ്ട്. തക്കാളിമല് വഴുതന വെച്ചിട്ടുണ്ട്. പിന്നെ മുളകിൽ വേറെ വെറൈറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി തന്നെ 2 വെറൈറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പൊ മണിത്തക്കാളി എന്ന് പറഞ്ഞ സാധനമാണ്. അതിൽ സാധാ തക്കാളി ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാൻ പറ്റും. ഒക്കെ ഇതിൽ പരീക്ഷിച്ചാൽ നമുക്ക് സമയം വേസ്റ്റ് ആകില്ല. എന്താ റിസൾട്ട് നമുക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടും. ഇപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? ഇപ്പം വെണ്ട, വഴുതന, തക്കാളി, മുളക്, പിന്നെ പയറ്, കക്കിരി, പിന്നെ അമര, മല്ലി, ക്യാരറ്റ്, പുതിന, കൂർക്കല്, കൂടാതെ അവിടെ കോളിഫ്ലവർ ഉണ്ട്. അത് റാഡിഷ് ഉണ്ട്, വെള്ളയുണ്ട്, ചുവപ്പും ഉണ്ട്. പിന്നെ ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയുള്ളി 2010 മുതൽ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ല, ചെറുള്ളി നമുക്ക് അത് ചെറിയുള്ളിലേക്ക് മാറ്റി പിടിച്ചല്ല, കേട് വന്ന ചെറിയുള്ളി അതിൽ തട്ടാ. അതായത് മുളച്ച് വരും. നമ്മൾ ചില സാധനം വീട്ടിൽ വെറുതെ വെച്ചാല് അത് ഇതിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് വീണ്ടും ഉള്ളിയായിട്ട് തന്നെ വിളവെടുത്ത് കിട്ടും. ഒന്ന് വെച്ചാൽ ഒന്നിലധികം കിട്ടും. അപ്പോൾ ഫലത്തിൽ ഒരു ചെടിയുമേ തന്നെ പലതരത്തിലുള്ള വഴുതന, ഒരു തക്കാളി ചെടിയുമേ തന്നെ പലതരം തക്കാളി, ഒരു മുളക് ചെടിയുമേ തന്നെ പലതരം മുളക്. അത് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതുപോലെയുള്ള ഗ്രാഫ്റ്റ് 10 സാധനം അവർക്ക് വെക്കണം. പക്ഷെ 5 ചട്ടിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അതിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് 10 വിധോ 15 വിധോ നമുക്ക് അതിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിന് ഉറപ്പുണ്ടാവോ? ഏത് ബലമായിട്ട് നിൽക്കൂലേ? ബലമായിട്ട് നിൽക്കും. എല്ലാത്തിനും കുത്തുകാല് കൊടുത്തിട്ടുണ്ട്, കമ്പി കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ഒടിഞ്ഞു പോകില്ല. എല്ലാത്തിനും ഉണ്ട്. ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള എല്ലാത്തിനും നമ്മൾ സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ചെടി ഒടിയില്ല. ചെടി ഒടിഞ്ഞാലാണ് അതിന് വലിയ പരുക്ക് പറ്റുക. ഒരു താങ്ങ് കൊടുത്താൽ മതി. ശരിക്കും ഇത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്ഥലമുള്ളവർക്ക് കുറച്ച് ചട്ടിയിൽ എല്ലാ സാധനവും അത്യാവശ്യം സാധനം. ഇപ്പൊ വെണ്ട തന്നെ 2 ഐറ്റം ചെയ്തിട്ടുണ്ട്. വെണ്ടയിൽ അങ്ങനെ ആരും ഞാൻ ഇത് നോക്കിയിട്ട് കണ്ടിട്ടില്ല. ചുവപ്പ് വെണ്ടയുണ്ട്, സാധാ വെണ്ട. പക്ഷെ ഇത് ഏതാണ്ട് ജീവൻ കഴിഞ്ഞ ചെടിയല്ലേ? ഇല്ല, 2-3 ഇനി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ താഴെ നിന്ന് കട്ട് ചെയ്താൽ മതി. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ താഴ്ത്തുനിന്ന് വീണ്ടും കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്ത് ബ്രാഞ്ച് വരുന്നതാണ് ഇപ്പൊ. അപ്പൊ ഇതിലിപ്പോ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാൽ ഇത് ഈ വെളുത്ത അല്ലെങ്കിൽ ഈ പച്ച വെണ്ടയിൽ നിന്ന് ഇനിയിപ്പോ ചുവപ്പ് വെണ്ട നമ്മുടെ അരുണ അല്ലേ, ചുമന്ന വെണ്ടയും വരും. പരിപാടി
മുളകുമ്പോ തന്നെ കാന്താരി മുളകുമ്പോ പലതരം മുളക്. ഉണ്ടമുളകും ഉണ്ട്, അതിലുണ്ട് ഉണ്ടമുളകും ഉണ്ട്, ചീരാമുളകും ഉണ്ട്. പിന്നെ ഈ ഉണ്ടമുളകിന്റെ മുകളിൽ സാധാരണ നീളമുള്ള മുളകും ഉണ്ട്. ഇതിൽ ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കുന്ന ഇഞ്ചി ഒക്കെ വേറെ വെച്ചിട്ടുണ്ട്. ഇഞ്ചി വേറെ ഉണ്ട്, അത് കാന്താരിയാണ്. ഇതെന്ത് ചുവന്ന മുളക്? ഇത് പഴുത്തു വെച്ചൊക്കെയാണ്. അത് പറിക്കാനായതാണ്. ശരിക്കും നിങ്ങൾ മറ്റേ ഇൻഡസ്ട്രീസിലാണ് അല്ലേ? ഇൻഡസ്ട്രിയിൽ പറഞ്ഞാൽ എന്തൊക്കെ പരിപാടി അവിടെ? അവിടെ ഷട്ടർ, ഗ്രില്ല്, പിന്നെ റൂഫിന്റെ വർക്ക്, അതുപോലുള്ള എല്ലാ സാധനത്തിനും വർക്ക്. ഈ വർക്കൊക്കെ ഇതൊക്കെ ഞാൻ സർക്കാർ സബ്സിഡിയോട് കൂടിയിട്ട് ചെയ്തത്. അത് നമ്മളെ മട്ടുപ്പാവിന് ഒരു സംരക്ഷണമായി സർക്കാരിന്റെ ഒക്കെ 50% സബ്സിഡി ഉണ്ട്. അപ്പോൾ നമുക്ക് കൃഷിയും ചെയ്യാം, സർക്കാർ സബ്സിഡിയിൽ കാര്യങ്ങൾ നടത്തുകയും ചെയ്യും. വീടിന് കവർ ചെയ്യും. അതായത് ഇതിൽ വെള്ളം നിൽക്കൂല, മഴ പെയ്ത് വെള്ളം തട്ടിയാലാണ് ടെറസിന്റെ ലൈഫ് കുറയാ. അപ്പൊ അത് ആകുമ്പോൾ അതും ഇല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ 1-2 വർഷമായിട്ടുള്ളൂ നമ്മൾ പച്ചക്കറിയിലേക്ക് വന്നിട്ട് ഈ ഗ്രാഫ്റ്റിംഗും പരിപാടികളൊക്കെ തുടങ്ങിയിട്ട്. അപ്പൊ 2000 നേരത്തെ തുടങ്ങിയത് നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഗ്രാഫ്റ്റിംഗ് ഇല്ല. അന്ന് 2023 ഗ്രാഫ്റ്റിംഗ് ഞാൻ പഠിക്കണേ. പല രീതിയിൽ മാവിലും പ്ലാവിലും പേരയിലും ഒക്കെ ചെയ്ത്. അല്ല, ഞങ്ങള് 10-20 കൊല്ലായില്ലേ മട്ടുപ്പാവ് കൃഷിയൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട്? ഇല്ലേ, 2007 തുടങ്ങി. അപ്പൊ അന്ന് ഇവിടെ മുകളിൽ ചീരയൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കാബേജ്, കോളിഫ്ലവർ, പിന്നെ അതേമാതിരി മുളക്, വെണ്ട, തക്കാളി. പിന്നെ മട്ടുപ്പാവില് കാബേജ് വിളയിച്ചപ്പോ വലിയ വാർത്തയായത്. അന്ന് ആരും കേരളത്തിൽ ശരിക്കും അങ്ങനെ കാബേജ്, കോളിഫ്ലവർ ഉണ്ടാക്കിയിട്ടില്ല. അത് വലിയ വാർത്തയായി. മാതൃഭൂമിന്റെ തന്നെ കാർഷിക രംഗത്തിൽ വന്നിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾക്ക് കൃഷി ചെയ്യുമ്പോൾ മഴ കഴിഞ്ഞാൽ അവിടെ നിർത്തണം. പക്ഷെ ഇവിടെ ഇതിന്റെ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിലാകുമ്പോൾ നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞാൽ അടുത്തത് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരു ഇടവേള കൊടുക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിന്റെ pH നിലനിർത്താൻ വേണ്ടി പച്ചക്കക്ക പൊടിച്ചാണ് ഇടുന്നത്. പച്ചക്കക്ക പൊടിച്ച് ഇടുമ്പോൾ pH കൂടുതൽ കാലം നിലനിൽക്കും. കുമ്മായൊക്കെ ആകുമ്പോൾ വെള്ളം ഒഴിച്ച് pH കുറഞ്ഞു വരും. അപ്പൊ ആദ്യം മണ്ണ് ചേർത്തു. മണ്ണ്, മണല്, ചാണകപ്പൊടി. അതായത് ഒരേ അളവില് മണ്ണ്, മണലും ചാണകപ്പൊടി എടുത്തുകൊണ്ട് 1:1 അത് മിക്സ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഇടും. പിന്നെ ചെടി വെക്കുമ്പോൾ കുറെ കൂടി ചാണകപ്പൊടി ഇട്ടുകൊണ്ട്, ചാണകപ്പൊടി എല്ലുപൊടിയും പാടെ ഇട്ടുകൊണ്ട് ചെടി വെച്ചാൽ കൂടുതൽ ഗ്രോത്ത് കിട്ടും. ചാണകപ്പൊടി എല്ലുപൊടി ഇടും. അതെ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ് ഓരോ തൈകളായിട്ട് അതിലേക്ക് വയ്ക്കും. തൈകളായിട്ട്. അപ്പൊ വളമൊക്കെ എങ്ങനെയാ? കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, ചാണകം, അതാണ് മെയിനായിട്ട് വളം ചെയ്യുന്നത്. കടലപ്പിണ്ണാക്ക് 2 കിലോ ആണെങ്കിൽ ഒരു 8-10 കിലോ ചാണകം. പിന്നെ കടലപ്പിണ്ണാക്കിന്റെ പകുതി മതി വേപ്പും പിണ്ണാക്ക്. അത് എന്നിട്ട് അത് ഒരേ മാതിരി ഇടരുത്. കുറച്ച് കടലപ്പിണ്ണാക്ക് ഇടുക, കുറച്ച് വേപ്പും പിണ്ണാക്ക്, പിന്നെ ചാണകം. വീണ്ടും ഇതേമാതിരി കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, ചാണകം ഓരോ ലെയറായിട്ട് ഇടുക. നമ്മൾ പുട്ട് ചുട്ടനായിട്ട് ഇടുക. എന്നിട്ട് അതിൽ ഒരു ലെവലിൽ പൊന്തി നിന്നിട്ടുണ്ടെങ്കിൽ ആ ലെവലിൽ മാത്രം അന്ന് വെള്ളം ഒഴിച്ചിടുക. വെള്ളം ഒഴിച്ചിട്ടിട്ട് പിറ്റേന്ന് അത് തുറന്ന് അതേ 24 മണിക്കൂർ തുറന്നു നോക്കിയാൽ വെള്ളം ഉണ്ടാവില്ല. അത് വീണ്ടും വെള്ളം ഒഴിച്ചുകൊണ്ട് ഇളക്കുക. അങ്ങനെ ഓരോ ദിവസം 7 ദിവസം വെള്ളം ഒഴിച്ചുകൊണ്ട് ഇളക്കിയിട്ട് പിന്നെ 8ാമത്തെ ദിവസം നമുക്ക് അതിൽ നിന്ന് ഒരു കപ്പ് എടുത്താൽ 6-7 കപ്പ് വെള്ളം നേർപ്പിച്ചിട്ട് ചെടിക്ക് ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത് ഒഴിച്ച് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാം അതിന്റെ റിസൾട്ട്. അത്രയും ഗ്രോത്ത് ആയിരിക്കും. മരുന്ന് എന്തെങ്കിലും അടിക്കാറുണ്ടോ? മരുന്ന് എന്ന് പറഞ്ഞാൽ ഗോമൂത്രം അടിക്കാനുള്ളത് മതി. ഗോമൂത്രം ഇതേമാതിരി നേർപ്പിച്ചടിക്കാം. ഗോമൂത്രം നേർപ്പിച്ചടിക്കുമ്പോൾ ഈ കീടങ്ങൾ ചെടിയിൽ നിന്ന് അകന്നു നിൽക്കും. അതായത് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത സ്മെല്ല് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കില്ല, അവിടെ കയറിയാൽ ഉജ്ജായി സ്മെല്ലാന്ന് പറയും. അതേമാതിരി തന്നെയാണ് കീടങ്ങളും. അവർക്ക് ഇഷ്ടപ്പെടാത്ത സ്മെല്ല് അവിടെ ഉണ്ടെങ്കിൽ അവിടേക്ക് വരില്ല. അപ്പോൾ കീടങ്ങളെ മാറ്റി നിർത്തുക, അതാണ് ചെയ്യുന്നത്. നമ്മൾ കോവിഡ് വന്നപ്പോൾ മാസ്ക് ഇടാൻ തുടങ്ങിയപ്പോൾ പനി, ജലദോഷം ഒക്കെ നമുക്ക് ഇല്ലാതെയായി 1-2 വർഷം. ഇപ്പൊ വീണ്ടും വന്ന് നമ്മൾ മാസ്ക് ഇടില്ല, ഒന്നുമില്ല. അപ്പൊ പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ചെടിക്ക് ആരോഗ്യം, നല്ല രീതിയിൽ ആരോഗ്യം. ഏതാണ്ട് ഒരു മാസ്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മാസ്ക് ഇടുക. അപ്പൊ അത് ഗോമൂത്രം നേർപ്പിച്ചു എന്ന് പറയുമ്പോ എത്ര? ഇപ്പൊ നേരത്തെ പറഞ്ഞു വളത്തിന്റെ കാര്യം, 5 ഇരട്ടി 6 ഇരട്ടി എടുക്കണേന്റെ ഒരു 6 ഇരട്ടി വരെ നേർപ്പിച്ചാൽ മതി. അത്രയും വെള്ളം ചേർത്തിട്ട് ചെടിക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം അടിച്ചു കൊടുക്കുക. മത്തി, ശർക്കര, അതും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന സാധനം. 1 കിലോ മത്തിയാണെങ്കിൽ 1 കിലോ ശർക്കര. ഇതേമാതിരി ശർക്കര ഒന്ന് പൊടിക്കണം. അത് വേസ്റ്റ് ആയ ശർക്കര മേടിച്ചാൽ മതി, അപ്പൊ വില കുറഞ്ഞ് കിട്ടും. എന്നിട്ട് അതേമാതിരി കേടുവന്ന മത്തി മതി. മത്തി ചെറുതാക്കി കട്ട് ചെയ്തിടുക.
എന്നിട്ട് അതേമാതിരി കുറച്ച് മത്തി ഇടുക, കുറച്ച് ശർക്കര ഇടുക. അങ്ങനെ ഓരോ ലെയറായിട്ട് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലിട്ട് കണ്ട് വെളിച്ചം കടക്കാത്തോടത്ത് നമ്മൾ എടുത്ത് വെച്ചാൽ മതി. അത് ഓരോ ലെയറായിട്ട് എടുത്ത് വെച്ചിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ ഇത് അലിഞ്ഞിട്ടുണ്ടാവും. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് പിന്നെ ഇത് ഒരു അരിപ്പെടുത്ത് കണ്ട് തുണിയിൽ വെച്ച് കണ്ട് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പം നല്ലൊരു ജ്യൂസ് കിട്ടും. ഇത് 10 ഇരട്ടി വെള്ളം ചേർക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ അതായത് ചെടി വേര് കൂടെ മാത്രമല്ല വെള്ളവും വളവും വലിച്ചെടുക്കുന്നത്, ഇലയിൽ കൂടിയും വലിച്ചെടുക്കും. ജീവനുണ്ട് ശരിക്കും, ജീവനുള്ള സാധനമാണ്. അതാണ് മഴക്കാലത്ത് നമ്മൾ കാട്ടുചെടിക്കൊക്കെ കൂടുതൽ വളർച്ച വരുന്നത്. ശരിക്കും ചുണ്ടയുടെ ഒരു അഡ്വാൻറ്റേജ് അതാ. ചുണ്ട വയ്ക്കേണ്ടതിനുള്ള പ്രധാന മെച്ചം എന്ന് പറഞ്ഞാൽ തന്നെ വേനലിലും മഴയ്ക്കും ഒരുപോലെ നല്ല കരുത്തോടെ ഇങ്ങനെ പോരും. അതെ അതെ. തക്കാളിക്ക് ഒരു വാട്ടൊക്കെ ഉണ്ടാവും, അത് ചുണ്ട തീർക്കും. അല്ലേ? വേണ്ടത് ചുണ്ട വേര് കൂടെ വലിച്ചെടുത്തുകൊണ്ട് തക്കാളിക്ക് വഴുതിനൊക്കെ കൊടുക്കും. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യണത് നമുക്കൊന്ന് നോക്കാം. വഴുതനയിലാണ് ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണേ. ആ വഴുതനയില് ശരിക്കും വഴുതനയിലാണ്. വഴുതനയും ചുണ്ടയും നന്നായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റണ ഒരേ കുടുംബക്കാരാ. അതായത് വഴുതിനും തക്കാളിയും മുളകും ഒരേ വർഗ. ആ വർഗത്തിൽപ്പെട്ടാണ് ചുണ്ട. അതാണ് എളുപ്പത്തിൽ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അടിവശം ചുണ്ടയാ. മുകളിലേക്ക് എത്തുമ്പം തക്കാളി ആയിട്ട് മാറുന്നുണ്ട്, വഴുതിനായിട്ട് മാറുന്നുണ്ട്. ഇനിയിപ്പൊ അടിയിൽ നിന്ന് ബ്രാഞ്ച് വരിക വെച്ചാൽ ചുണ്ട വരിക. ചുണ്ട വരും. അത് പൊട്ടിച്ചൊഴിവാക്കേണ്ടി വരും. നമ്മള് ഇപ്പൊ റോഡ് സൈഡിൽ നിന്ന് പറിച്ചിട്ട് വന്ന് ഇവിടെ വെച്ച ചുണ്ടയാണ്. ഇപ്പൊ ഇതിപ്പോ എത്ര പ്രായം ഉണ്ടാവും ഈ ചുണ്ടയ്ക്ക്? ഇതിപ്പോ 3 മാസം. 3 മാസം. ചുണ്ടയ്ക്ക് കുറച്ചും കൂടി ആയുസ് ഉണ്ടല്ലോ അല്ലെ? ചുണ്ടക്ക് വർഷങ്ങൾ ആയുസ് കിട്ടും. അപ്പൊ ഒറ്റ തവണ പ്ലാന്റ് ചെയ്താല് മാറ്റി 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 പോവാം. മാറ്റി ചെയ്യാം. ചുണ്ടയിൽ നിൽക്കണോണ്ടായിരിക്കും ഒരു പക്ഷെ വഴുതിനക്ക് ഇത്ര വലിയ നല്ല വളർച്ചയുള്ളത്. ഇപ്പൊ നമ്മൾ ഇതിലിപ്പോ ചെയ്യാൻ പോകുന്നത് തക്കാളി വെക്കാണ്. തക്കാളി ഓൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഒരു തക്കാളി പാടെ ചെയ്ത് കാണിക്കാം. സൂചിയുണ്ട്, കത്രികയുണ്ട്, നൂലുണ്ട്, പിന്നെ മാസ്കിംഗ് ടാപ്പ് ഉണ്ട്. ഇതുപോലെ ശരിക്ക് ഇതും ഓൾറെഡി ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണിത്. അതെ. ഇതാ 1 2 3 4 5 5 തക്കാളി 6 ചെയ്തിട്ടുണ്ട് ഇതില്. ശരിക്കും ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് ഒരു നിങ്ങൾക്ക് ഈ വീടിന്റെ കിടപ്പ് ഒരു സൗകര്യമാണ്. സൂര്യൻ അവിടുന്ന് കിഴക്ക് ഉദിച്ചു പോകുന്നതിനിടയില് മാറുണ്ടെങ്കിലും വെയിൽ കിട്ടും വേണ്ടത്ര. നല്ല വെയിൽ കിട്ടും. ആദ്യം ഇത് കട്ട് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്യുള്ളൂ. ഏത് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അത് കട്ട് ചെയ്ത് കൊണ്ടുവരല്ലേ നല്ലത്? അപ്പൊ ഓൾറെഡി അത് ചുണ്ട മുറിച്ചപ്പോ വഴുതിനെ നിൽക്കണം. വഴുതിനാണ്. ഈ വഴുതിനയുടെ പാകത്തിന് നമ്മള് അതേ സൈസിലുള്ള തക്കാളിയുടെ തണ്ടാണ് നമ്മൾ മുറിച്ചേക്കണം. ഏകദേശം അതേ വണ്ണത്തിലുള്ള. അപ്പൊ ഇതിപ്പോ പച്ച തക്കാളിയാണ്. വെള്ള തക്കാളി ഓൾറെഡി ഇതിന്റെ മുകളിൽ ഓൾറെഡി വെള്ള തക്കാളി ഉണ്ട്. അപ്പൊ ഒന്നുകൂടി വിവിധ തരായി 2 തരം തക്കാളി വരും. അതൊക്കെ അപ്പൊ ഇനി വഴുതനങ്ങ ഇതിന്റെ പാകത്തിന് വഴുതനങ്ങ മുറിക്കണം. അത് നമ്മൾ ബ്ലേഡ് കൊണ്ട് തന്നെ ചെയ്യാം. ബ്ലേഡ് കൊണ്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഇത് വെക്കാം. ഇത് വെക്കാം. നെടുക പിളർത്തി കൊടുക്കുകയാണ്. എന്നാലും ഇത് ഇതിലേക്ക് ഇറങ്ങി നിൽക്കും. സർജറി നടത്തുകയാണ് നിങ്ങള്? അതെ അല്ലേ? കളിക്കണ കളിയല്ല. ഇനി മാസ്കിംഗ് ടാപ്പ് എടുത്തുകൊണ്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇതിന് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്യണം. അടുത്ത് കിട്ടണം. പണ്ട് നൂലുകൊണ്ട് ഇങ്ങനെ ചുറ്റി കെട്ടല്ലേ പതിവായിരുന്നേ? അത് അതിനേക്കാളും നല്ലത് ഇതാണ്. നമ്മുടെ സാധാരണ നമ്മുടെ അയലൊക്കെ ഉള്ള ക്ലിപ്പാണ്. പണി കഴിഞ്ഞു. ഇത് പണി കഴിഞ്ഞു. പുതിയ സർജറി കഴിഞ്ഞു. ഇനി ഒന്ന് കവർ ചെയ്താൽ മതി.
പ്ലാസ്റ്റിക് കവർ കൊണ്ട്. എന്തിനാ പ്ലാസ്റ്റിക് കവർ? ഈർപ്പം നിൽക്കുക. ഈർപ്പം അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കാൻ വേണ്ടിട്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് അഴിച്ചു കളയും. അപ്പോഴേക്കും അത് യോജിച്ചിട്ടുണ്ടാവും. അതെ അല്ലേ? ചെടിക്ക് സാധാരണ വെള്ളം വളം സാധാരണ കൊടുക്കണ മാതിരി തന്നെ കൊടുക്കുക. ദിവസം നനച്ചു കൊടുക്കുക. ദിവസം ഒരു പ്രാവശ്യം നനയ്ക്കുള്ളൂ. വൈകുന്നേരം മാത്രമേ നനയ്ക്കുള്ളൂ. വൈകുന്നേരം നനച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഈർപ്പം പിറ്റേന്ന് ഉച്ച വരെ ഏകദേശം കിട്ടും. നമ്മൾ രാവിലെ നനയ്ക്കുക വെച്ചാൽ 10-11 മണിയാകുമ്പോഴത്തേക്ക് ഈർപ്പം നഷ്ടപ്പെട്ടു. ചെടിക്ക് ഏറ്റവും നല്ല വൈകുന്നേരം നനച്ചു കൊടുക്കുക. ഇതിന്റെ അടിയിൽ ഹോൾ ഇട്ടുണ്ട് അല്ലേ? എല്ലാത്തിന്റെ അടിയിൽ ഹോളുണ്ട്. മറ്റു വെള്ളം കെട്ടിയെന്ന് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവില്ല. അത് മാത്രമല്ല മണലായതുകൊണ്ട് വെള്ളം പെട്ടെന്ന് ഊർന്ന് ഇറങ്ങിപ്പോകും. നമ്മൾ ചേരിച്ചോറാകുമ്പോൾ വേര് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. വെള്ളം കൂടുതൽ സമയം അതിൽ കെട്ടിക്കിടക്കും. ചെടിക്ക് ആവശ്യത്തിലേറെ വെള്ളം അതിലുണ്ടാവും. അപ്പൊ മണലാകുമ്പോ ആ പ്രശ്നമില്ല. മണല് വെള്ളം ഊർന്നു പോകും. മറ്റ് ഈർപ്പം കൂടുതൽ ചേരിച്ചോറ് വലിച്ചെടുക്കും. ഇനി ഇത് കെട്ടി വെച്ചതിന് ശേഷം ഇനി പ്രത്യേക വളം എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഒന്നും വേണ്ട. സാധാരണ നമ്മൾ ചെയ്യണ മാതിരി മാത്രം മതി. വേറെ പ്രത്യേകിച്ച് ഒരു പരിചരണം ഇതിന്റെ ആവശ്യമില്ല. അതിലേക്ക് ശ്രദ്ധിക്കുക വേണ്ട. ചന്ദ്രേട്ടാ, അപ്പൊ വഴുതിനെയും ചുണ്ടയും മാത്രല്ല 2 തക്കാളി തമ്മിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതായത് 2 തക്കാളി ആദ്യം നട്ട്. 2 കടയുണ്ട് ഇവിടെ. ആദ്യം 2 നട്ട്. അത് വളർന്ന് വന്ന് കുറച്ച് വലുപ്പം വെച്ചപ്പം 2നും പാടെ ഒന്നാക്കി വരുമ്പം അതിന്റെ ഗ്രോത്ത് അത്രയും വലിയ ഗ്രോത്ത് ആയിരിക്കും. അത്രയും കരുത്തുള്ള തണ്ടാപ്പത്. നമ്മൾ അവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത്ര വണ്ണം ഒരു തക്കാളിക്കും ഇല്ല. അപ്പൊ അത്രയും നല്ല വളർച്ചയാണ് മേലോട്ട് എത്തുന്നത്. 2 കടയാണ്, പക്ഷെ ഒറ്റ തണ്ടായിട്ട് മേപ്പെട്ട് പോരുക. അതായത് നമ്മളെ വീട്ടിൽ ഒരാളാണ് നയിച്ചു കൊണ്ടുവരാളെ, ഭക്ഷണത്തിന് വക ഒരാളെ വരുമാനം, 2 ആള് വരുമാനം കൊണ്ടുവരുമ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ചെലവാക്കുക. അതാണ് ഇപ്പൊ 2 തടിന്ന് വലിച്ചെടുത്തുകൊണ്ട് ഒന്നിലേക്ക് കൊടുക്കുക. ഒന്നിലേക്ക് കൊടുക്കുമ്പോ അതിന്റെ വളർച്ച അത്ര അധികമായിരിക്കും. നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. നന്നായിരിക്കും കായ്ച്ചു വരുന്നത്. ഇത് വളരെ ചെറിയ ചെടിയാണ്. അത്രയും വളർച്ച ഉണ്ട്. കായ് ഉണ്ടായി വരണുള്ളൂ. മറ്റുള്ളതൊക്കെ ഉണ്ടായി ഏകദേശം പകുതി സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ്ങാ. അതുപോലെ തന്നെയാണ് അതും. അതുപോലെ തന്നെ വെണ്ടയിലും ചെയ്തത്. 2 വെണ്ട കുഴിച്ചിട്ട് ഒന്നാക്കി കണ്ട് കൊണ്ടുവരികയാണ്. ഇത് പച്ചയും ചുവപ്പും ഒന്നിച്ചു. അത് ഒന്നിച്ചോട് കൂടിയിട്ട് അതിന്റെ തണ്ട് ഇരട്ടി വലിപ്പായി. നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. അടിയിൽ തന്നെ കാട്ടി വണ്ണം മേലോട്ട് എത്തി മുകളിലേക്ക് വന്നു. അതാണ് സപ്പോർട്ട് കൊടുത്തത്. അവിടെ കമ്പി കൊണ്ട് സപ്പോർട്ട് കൊടുത്തത്. ഞാൻ നടന്ന് രാവിലെ 5:30 എണീക്കും. പിന്നെ പല്ലേക്കലൊക്കെ കഴിഞ്ഞ് നടക്കാൻ പോകും. ഒരു 7 മണിക്ക് ശേഷം അങ്ങോട്ട് കയറും. ഒരു 8 മണി വരെ. 1 മണിക്കൂർ. പിന്നെ വൈകുന്നേരം വന്നിട്ട് ഒരു 5:30-6 മണിക്ക് ശേഷം കയറി ചിലപ്പോ ഇരുടാവും. ഇതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ മറന്നു പോകും. ഓരോ കാര്യം ചെയ്തുകൊണ്ട് ഇവർക്കൊക്കെ കുറെ കാര്യങ്ങൾ പറയാണ്ട് വൈകുന്നേരം വരുമ്പോൾ. അതെ, നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ. നമ്മളെ ടെൻഷനൊക്കെ മറന്നു പോകും. നല്ല ഓക്സിജൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ പുറത്തിറങ്ങിയാൽ ഇഷ്ടം പോലെ കാർബൺ ഡൈ ഓക്സൈഡ് മാസ്ക് ഇടാതെ പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലാകുമ്പോൾ ഒരുപാട് എനർജി നമുക്ക് കിട്ടും. അപ്പൊ അത്രയും നമ്മൾ ചെയ്യുന്ന റിസൾട്ട് കാണുമ്പോൾ അതിലേറെ സന്തോഷമാണല്ലോ. അവാർഡൊക്കെ കിട്ടിയല്ലോ. ഒരുപാട് 10-12ഓളം അവാർഡ് കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള സംഘടനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെ 2013 നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടല്ലോ. ഉഗ്ര ഫ്ലാറ്റ്. 6 മാസം കൊണ്ട് ഫ്ലാറ്റ് ഹാൻഡ് ഓവർ ആവും. പിന്നെ ഇതിന്റെ ഇന്റീരിയറും ഫർണിഷിംഗ് ഒക്കെ വേറെ. ഇനി ഒരു ലോണിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ഇടാ അതിനല്ലേ KSFE. നീ ആ KSFEയുടെ പുതിയ ഹാർമണി ചിട്ടിയിൽ ചേരും. നിനക്ക് ആവശ്യമാവുമ്പോ പണം എടുക്കാം. അടഞ്ഞു പോകുന്ന അറിയത്തേയില്ല. KSFE, ഈ നാടിന്റെ ധൈര്യം. മുമ്പ് ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് പല്ലൊരു പുളിപ്പ് ഉണ്ടാവുമായിരുന്നു. ഡെന്റിസ്റ്റ് ആണ് പറഞ്ഞത് പല്ലിന്റെ ഏറ്റവും മുകളിലത്തെ പാളിയിലെ തേയ്മാനം കാരണം അതിനടിയിലെ ഞരമ്പുകൾ ഈ ചൂടോ തണുപ്പോ തട്ടുമ്പോഴാണ് നമുക്ക് ഈ പുളിപ്പ് ഉണ്ടാവണമെന്ന്. അവര് റെക്കമെൻഡ് ചെയ്തു ഡെയിലി സെൻസോഡൈൻ യൂസ് ചെയ്യാൻ. സെൻസോഡൈൻ പല്ലുകൾക്കുള്ളിൽ ചെന്ന് ഞരമ്പുകളെ ശാന്തമാക്കുന്നു. സെൻസോഡൈൻ വർക്ക്സ്. ഓൺലൈനിൽ ഫെസ്റ്റീവ് ഷോപ്പിംഗ് നടത്തിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഹിഡൻ പ്ലാറ്റ്ഫോം ഫീസ്, ഹാൻഡ്ലിംഗ് ഫീസ്, പിന്നെ എക്സ്ട്രാ ചാർജസ്. ജിയോ മാർട്ടിൽ ഒരു പ്രശ്നവുമില്ല. മികച്ച ഡീലുകൾ മാത്രമേ ഉള്ളൂ. പ്രശ്നമില്ലെങ്കിൽ എന്നെ പിന്നെന്തിനതിലേക്ക് വലിച്ചിഴച്ചത്? വേഗം ജിയോ മാർട്ടിൽ വരൂ. ജിയോ ഉത്സവം ആഘോഷിക്കൂ. കിടിലൻ ഡീൽസ്, പിന്നെ അടിപൊളി റേഞ്ച്, പിന്നെ ഠപ്പേന്നുള്ള ക്വിക്ക് ഡെലിവറി. കാരണം ഇന്ത്യക്ക് വേണം അധികം.
Full time. Only good times. Kingfisher, the king of good times. ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. അമ്മൂമ്മ പറയും, ഞാൻ പുഞ്ചിരിച്ചാൽ വീട്ടിൽ എണ്ണമറ്റ വർണ്ണങ്ങൾ നിറയുമായിരുന്നുവെന്ന്. ഈ വർണ്ണങ്ങൾ എനിക്കൊപ്പമുണ്ടാകും ഓരോ ലക്ഷ്യം വരെയും. പിന്നൊരു ദിവസം ആ വർണ്ണങ്ങളിൽ പുതുവർണ്ണം കലർന്നു. സ്നേഹത്തിന്റെ വർണ്ണം. വർണ്ണങ്ങളാൽ സുരക്ഷിതമാണ് എല്ലാ ഓർമ്മകളും. SD പെയിന്റ്സ്, വാല്യൂസ് ബിയോണ്ട് കളേഴ്സ്. നമ്മുടെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണല്ലേ. നിങ്ങൾക്ക് ചായ ആണ് ഇഷ്ടം, എനിക്ക് കോഫിയും. നിങ്ങൾക്ക് ഞാൻ ചായ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ നിനക്ക് കോഫി. സമൃദ്ധവും സമ്പുഷ്ടവുമായ അമൂൽ പാൽ കൊണ്ടുണ്ടാക്കിയ അമൂല്യ നിങ്ങളുടെ ചായയും കോഫിയുമായി എളുപ്പം അലിഞ്ഞു ചേരുന്നു. അതിനെ കൂടുതൽ സ്വാദുള്ളതാക്കുന്നു. നിന്റെ കോഫി. കൃഷിഭൂമി ഷോപ്പ് ക്രെഡിറ്റ്സ്. 22 മാസത്തേക്ക് നേടാം 12.25% വരെ വാർഷിക പലിശ. ഇന്ത്യയിലെ നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പായ ജോസ്കോ. നെക്സ്റ്റ് ലെവൽ പ്രോഡക്ട്സ്, നെക്സ്റ്റ് ലെവൽ വിലക്കുറവ്. മൈജി ഫ്യൂച്ചർ. Sinicon pumps, powerful pumps. നീറ്റിൽ 300+ മാർക്കുള്ളവർക്ക് 18 lakhs മുതൽ സ്കോളർഷിപ്പോടെ എബ്രോഡ് MBBS പഠിക്കാം. കൃഷിഭൂമി brought to you by ശ്രീറാം ഫൈനാൻസ്. ഒന്നായി ഉയരാം. നമ്മൾ പറിച്ചെടുത്ത് 2 ദിവസം കഴിഞ്ഞാലാണ് മല്ലിയും പുതിനയും കരുവേപ്പും നമുക്ക് കിട്ടുക. അത് നമ്മളെടുത്ത് കിട്ടുമ്പോൾ വളരെ ഫ്രഷ് ആയിരിക്കും. ഈ പുതിന അല്ല കരുവേപ്പ് അല്ല മല്ലി പറിച്ചെടുത്ത് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് വാടിയിട്ടുണ്ടാവും. അപ്പോൾ മാരകമായിട്ടുള്ള കീടനാശിനിയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഇതൊക്കെ വരുന്നത്. എന്നാലേ ഫ്രഷ് ആയിട്ട് ഇരിക്കുള്ളൂ. നമ്മളെടുത്ത് 2 ദിവസം കഴിഞ്ഞാലും ഫ്രഷ് ആയിട്ട് ഇരിക്കും. ഇത് 2 മണിക്കൂർ കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില പേടിക്കണം. കരുവേപ്പ് മാത്രമല്ല, കരുവേപ്പ്, മല്ലി, പുതിന, ഇതിന് 3. ഇത് വെള്ളക്കാന്താരി ഇതും നന്നായിട്ട് പോന്നു അല്ലേ? ഇതിന്റെ അടിയില് പച്ചണ്ട്, പച്ചമുളക് കായ്ച്ച് നിന്നിട്ടുണ്ട്, അതിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഓ, ശരിക്കും ഇത് പച്ച കാന്താരി ആയിരുന്നു? അല്ല, ഇത് വെള്ളക്കാന്താരിയാ. അതില് പച്ച ഗ്രാഫ്റ്റ് ചെയ്താണ്. അതാ ഇത് ഉണ്ടായി വലിയ ഉണ്ടമുളക് വന്നു അല്ലേ? ഉണ്ടമുളക് വന്നു. പിന്നെ അത് കൂടാതെ ഇവിടെ സാധാരണ പച്ച കാന്താരി ഗ്രാഫ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഒരാഴ്ച ആയിട്ടില്ല. മുളകും എപ്പോഴും മുളക് തന്നെ വെക്കാൻ നല്ലത്. മുളകിന്റെ മുകളിൽ മുളക് തന്നെയാണ് നല്ലത്. മറ്റു രാസവളങ്ങളൊന്നുമില്ല. ഒരു രാസവളം ഇതുവരെ കൊടുത്തിട്ടില്ല. രാസവളം കൊടുക്കണേക്കാട്ടി നല്ല റിസൾട്ട് നമുക്ക് ഇവിടെ കാണിച്ചു തരാനുണ്ടെങ്കിൽ പിന്നെ എന്തിനാ രാസവളത്തിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അതായത് പിന്നെ സുഹൃത്തിന്റെ കടയിൽ പോയിട്ട് പഴത്തിന്റെ തൊലി കൊണ്ടുവരും. പഴത്തിന്റെ തൊലിയിൽ കൂടുതൽ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കട്ട് ചെയ്ത് മിക്സിയിലിട്ട് ജ്യൂസ് ആക്കും. എന്നിട്ട് അത് നേർപ്പിച്ച് കണ്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കും. നേർപ്പിക്കുമ്പോ എത്ര പരുവത്തിൽ നേർപ്പിക്കണം? ഒരു 5 ഇരട്ടി 6 ഇരട്ടി. സാധാരണ ഞാനൊക്കെ ചെയ്യാറ് പഴത്തിന്റെ തൊലിയൊക്കെ തന്നെ സാധാരണ ചട്ടിയിൽ വെക്കാറുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. അത് തൊലി ഇടുമ്പോ എന്താ പ്രശ്നം? തൊലി അവിടെ കിടക്കും. അത് മണ്ണിലേക്ക് അലിഞ്ഞു വരാൻ 2 ആഴ്ച 3 ആഴ്ച 1 മാസം വരെ വരും. ഇത് ഇന്ന് ഒഴിച്ചാൽ നാളെ തന്നെ കിട്ടി. സഡൻ. അതായത് രാസവളം എങ്ങനെ ഉപയോഗിക്കണേ അതേ റിസൾട്ട് നമുക്ക് നിന്ന് കിട്ടും. അതിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിന് നമ്മൾ പാകപ്പെടുത്തി കൊടുക്കണം. മിക്സിയിലിട്ട് ജ്യൂസാക്കി കൊടുക്കുക. നമ്മളൊരു മാങ്ങ തിന്ന് ദഹിച്ചു വരാനുള്ള ടൈമും ജ്യൂസ് കുടിച്ചുകൊണ്ട് പെട്ടെന്ന് ദഹിക്കും. അതേമാതിരി തന്നെ ചെടികൾക്ക് രാസവളം ഇട്ടാൽ ഇന്ന് തന്നെ വലിച്ചെടുക്കാം. അതുകൊണ്ട് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്തുകൂടാന്ന് നമുക്ക് ചിന്തിച്ചൂടെ? അങ്ങനെയാണ്. ഇപ്പൊ അടുക്കള വേസ്റ്റ്, രാവിലെ പച്ചക്കറിന്റെ വേസ്റ്റ്, ഫ്രൂട്ട്സിന്റെ വേസ്റ്റ് ഒക്കെ ഒരു ടിന്നിലിട്ട് പോകും. രാവിലെ എടുത്ത് കണ്ട് ഞാൻ നടന്നു വന്നു കഴിഞ്ഞാൽ ആ മിക്സിയിലിട്ട് കണ്ട് അടിച്ചുകൊണ്ട് വെള്ളം ചേർത്ത് അടിച്ചുകൊണ്ട് ചെടിക്ക് വെച്ച് കൊടുക്കും. അപ്പൊ വേസ്റ്റ് പുറത്തേക്ക് ഇടേണ്ട ആവശ്യമില്ല. അടുക്കള വേസ്റ്റും ഇതുപോലെ അടിച്ച് ഇതിലേക്ക് ഇടും. ഓരോ ദിവസവും വേറെ ചെടികൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് പോരും. ഇതിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം വേസ്റ്റ് ഉണ്ടാക്കില്ല.
വേസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം, വേസ്റ്റ് നമുക്ക് സാധനം ഉണ്ടാക്കാം. വേസ്റ്റ് ഇട്ടുകാണ്ട് അല്ല നമ്മള് നാളെ ചെടിക്ക് വേസ്റ്റ് ഇടണമെന്ന് പറഞ്ഞിട്ടേ പലരും കൂടുതൽ അത് വെച്ചിട്ട് കൂടുതൽ വയ്ക്കണില്ല. ഇല്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കഞ്ഞിവെള്ളം ഇന്ന് ഊറ്റി വെച്ചതിന്റെ കഞ്ഞിവെള്ളം നാളെ കണ്ടെടുക്കും, ഇതിൽ ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഒന്നും പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കണില്ല. പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെരിച്ചായി കൂടുതൽ ഉണ്ടാവും. ഇത് വേസ്റ്റ് കിട്ടാൻ വേണ്ടി ദിവസം വരും, കിട്ടിയിട്ടില്ല അവിടേക്ക് വരില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ വീട്ടില് പെരിച്ചായിന്റെ ഒക്കെ ശല്യം ഒഴിവാക്കണമെങ്കിൽ നമ്മൾ വേസ്റ്റ് പുറത്തേക്ക് ഇടാക്കുക. ഈ വേസ്റ്റ് ചെടികൾ കിട്ടാൻ മതിയല്ലോ. ചെടികൾ കരുത്തോടെ നല്ല കരുത്തോടെ കിട്ടും. സ്വാദുള്ള പച്ചയിൽ കഴിക്കാം. പച്ചക്കറി പച്ചയിൽ കഴിച്ചാൽ അതിനത്ര ഞാൻ ദിവസവും കയറിയാൽ 1-2 തക്കാളി ദിവസം എടുത്ത് കണ്ട് കഴിക്കും. എല്ലാ ദിവസവും ഇവിടുന്ന് പൊട്ടിക്കാനുണ്ട്. അതേമാതിരി വെണ്ടൊക്കെ ഇളയ പ്രായത്ത് കഴിക്കാൻ ചെറിയൊരു മധുരായിരിക്കും. അപ്പോൾ അടുക്കളത്തോട്ടം, മട്ടുപ്പാവ് കൃഷി എന്നൊക്കെ പറയുന്നത് ഇതാ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കൂടുതൽ പരീക്ഷണം നടക്കട്ടെ. ക്യാരറ്റ് ഉണ്ട് അല്ലേ? പിന്നെ റാഡിഷ് ഉണ്ട്, അത് വേണമെങ്കിൽ വിളവെടുക്കാൻ. പുതിയ സാധനങ്ങളും കൂടി വച്ചുകൊണ്ട് അപ്പൊ ചന്ദ്രേട്ടാ ബാക്കി സാധനങ്ങൾ കൂടി പോരട്ടെ. അടുത്ത വർഷങ്ങളിൽ കൂടുതൽ നല്ല വിളവുണ്ടാവട്ടെ, കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കട്ടെ. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.